നമസ്കാരം. ഞാൻ ഡോക്ടർ ആഷിഖ് മമ്മു, ആസ്ക്മു ഹോം ടിപ്സ്. നാം വീട് നിർമ്മിക്കുമ്പോൾ, അതായത് കോൺക്രീറ്റുകളൊക്കെ കഴിഞ്ഞാൽ വാട്ടർ ക്യൂറിങ്ങിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. അതായത് വെള്ളം നനയ്ക്കുക എന്നുള്ള കാര്യം. നമുക്കറിയാം, ഈ സിമെൻറ്റ് കോൺക്രീറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നർമ്മം, നാം എത്ര കണ്ട് സിമെൻറ്റ് ചേർത്തത് കൊണ്ടോ അല്ലെങ്കിൽ എത്ര കണ്ട് സ്റ്റീൽ ഉപയോഗിച്ചത് കൊണ്ടോ കോൺക്രീറ്റിന് ബലം കൂടില്ല എന്നുള്ള കാര്യം നാം മനസ്സിലാക്കുക. ഈ കോൺക്രീറ്റ് തയ്യാറാക്കുമ്പോൾ അതിനകത്ത് ചേർക്കുന്ന വെള്ളം അത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക, അതിൻ്റെ ഈർപ്പം നിലനിർത്തിക്കൊണ്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഈ ക്യൂറിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് വിദേശ രാജ്യങ്ങളിലൊക്കെ കെമിക്കൽ ക്യൂറിങ് ധാരാളമായിട്ട് കാണുവാൻ സാധിക്കും. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും വാട്ടർ ക്യൂറിങ് തന്നെയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഏറ്റവും ചിലവ് കുറഞ്ഞ ഒരു മെത്തേഡും അത് തന്നെയാണ്. ഇവിടെ നാം സിമെൻറ്റിൽ ചേർത്ത വെള്ളം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക എന്ന് പറയുമ്പോൾ, ആദ്യത്തെ 1-2 ദിവസം, നാം കോൺക്രീറ്റ് കഴിഞ്ഞതിന് ശേഷം ആദ്യത്തെ 1-2 ദിവസം വെള്ളം നനക്കാതെ ഇതിനകത്തുള്ള വെള്ളം മുഴുവനും ബാഷ്പീകരിച്ച് പോയതിന് ശേഷം പിന്നീട് 360 ദിവസം നാം വെള്ളം നനച്ചിട്ടും യാതൊരു കാര്യവുമില്ല. ഈ കോൺക്രീറ്റ് നമുക്ക് ചാരത്തിന് തുല്യമായിരിക്കും എന്നുള്ള കാര്യം നാം മനസ്സിലാക്കുക. കോൺക്രീറ്റിന് വെള്ളം നനയ്ക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് കോൺക്രീറ്റിൻ്റെ തിക്നെസ് അനുസരിച്ച് 7 ദിവസം നനക്കാം, അതല്ലെങ്കിൽ 10 ദിവസം, 20 ദിവസം. അത് ആ കോൺക്രീറ്റിൻ്റെ തിക്നെസ്സിനും അതിൻ്റെ സ്ട്രക്ചറൽ ഡിസൈനും അനുസരിച്ചാണ് നാം ക്യൂറിങ് നിശ്ചയിക്കുക. സാധാരണ വീടുകൾക്ക് മിനിമം 8 ദിവസമെങ്കിലും വെള്ളം നനച്ചിരിക്കണം എന്നാണ് സാധാരണ കണക്ക്. അത് നാം വെള്ളം അതിൻ്റെ മുകളിൽ, സ്ലാബിന് മുകളിൽ തടം കെട്ടി നിർത്തുക എന്നതിന് പകരം അത് ആ സിമൻറ്റ്, ആ കോൺക്രീറ്റ് ചേർത്തിരിക്കുന്ന വെള്ളം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക എന്നുള്ള കാര്യമാണ് നാം മനസ്സിലാക്കേണ്ടത്. പഴയ കാലത്ത് നമുക്കറിയാം, ചാക്കുകൾ നനച്ചിട്ടുകൊണ്ടോ അതല്ലെങ്കിൽ വൈക്കോലുകൾ നിരത്തിക്കൊണ്ട് അതിന് മുകളിൽ വെള്ളം നനച്ചുകൊണ്ട് കോൺക്രീറ്റിന് ഈർപ്പം നിലനിർത്തുന്ന ഒരു രീതി പഴയ കാലങ്ങളിൽ നാം കണ്ടുവരുന്നുണ്ട്. പക്ഷേ ഇന്ന് നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കണ്ടുവരുന്നില്ലെങ്കിലും നാം ചെയ്യേണ്ടത് കോൺക്രീറ്റിനകത്ത് ചേർന്ന വെള്ളം, അതായത് കോൺക്രീറ്റ് മിക്സ് ചെയ്യുമ്പോൾ ചേർത്ത വെള്ളം, അത് ബാഷ്പീകരിച്ച് പോവാതെ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക. അങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ വീണ്ടും വെള്ളം നനച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് ഇതിന് നാം മനസ്സിലാക്കേണ്ടത്. അങ്ങനെ നനയ്ക്കുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ല ഉറപ്പോടുകൂടിയ ദീർഘകാലം ഈട് നിൽക്കുന്ന ഒരു വീട് നിർമ്മിച്ചെടുക്കുവാൻ സാധിക്കുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. താങ്ക് യു.